ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ജനുവരി 9 കേരള ബോക്സ് ഓഫീസ് എങ്ങനെയെന്ന് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. കൂടുതൽ അപ്ഡേറ്റുകളുമായി നമ്മൾ വരുന്നതാണ്. ഇവിടെ നമുക്ക് ആദ്യമായി നോക്കേണ്ടത് ഹാൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനാണ്. ഹാൽ 16-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ സിനിമയ്ക്ക് ഇന്ന് ഏകദേശം മോർണിംഗിൽ തന്നെ ഒരു 50-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 8 മണിയോടെ എന്ന് തന്നെ പറയാം. ഇന്നലെ വ്യാഴാഴ്ച സിനിമയ്ക്ക് 210 ഷോകളിൽ നിന്ന് 2300ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 3,88,000 രൂപയോളം സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷനായി വന്നു. സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ്. അതായത് ഏകദേശം 6-7 ലക്ഷം രൂപയാണ് സ്ഥിരമായി സിനിമയ്ക്ക് വരുന്നത്. 1.25 കോടി കഴിഞ്ഞിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഡെലുലുവിനെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അതെ, ഈ ഒരു സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഡെലുലു തന്നെയാണ്. അതെ, ഈ ഒരു സിനിമയുടെ നട്ടെല്ല് ഡെലുലു തന്നെയാണ് എന്ന് പറയാം. ഇവിടെ നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ വിറ്റുപോയത് 1328ഓളം ടിക്കറ്റ് അല്ലെങ്കിൽ ഷോകളായിരുന്നു. അതിനകത്തിൽ തന്നെ 80,000-നടുത്തുള്ള ടിക്കറ്റുകളാണ് ട്രാക്കേഴ്സ് പറയുന്നത് വിറ്റുപോയതായിട്ട്. സിനിമയ്ക്ക് ഇന്നലെ ഒരു മിഡ് വർക്കിംഗ് ഡേയിലും 23% തിയേറ്റർ ഓക്യുപ്പൻസിയും കിട്ടുന്നു. 1,32,00,000 രൂപയോളമാണ് സിനിമയുടെ ഇന്നലത്തെ മാത്രമായിട്ടുള്ള കളക്ഷൻ എന്ന് തന്നെ പറയാം. സിനിമ ഇതിനോടകം തന്നെ 100 കോടി കടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 56 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇനി സിനിമ 125 കോടി എന്നുള്ള മൈൽ സ്റ്റോണാണ്. ഇതുവരെ സിനിമ നേടിയത് 117 കോടി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു വമ്പൻ സംഭവമായിട്ട് ഈ ഒരു ഡെലുലു സിനിമ മുന്നോട്ട് പോവുകയാണ്. കാണുന്ന എല്ലാ പ്രേക്ഷകനും വലിയ രീതിയിൽ ഇഷ്ടമാകുന്നു. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കടന്ന പ്രേക്ഷകന് വീണ്ടും കാണാൻ തോന്നും എന്നുള്ളത് തന്നെയാണ്. ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 1.5 കോടിക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങളാണ് അതോടുകൂടി ഗംഭീരമാക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. 3 കോടി 4 കോടിയായിരിക്കാം ശനി ഞായർ ദിനങ്ങളിൽ പെർ ഡേ കളക്ഷനായി വരാൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് ഇതുവരെ 56,84,00,000 രൂപ നേടിയെന്നാണ് 14 ദിനത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 8,54,00,000 രൂപയോളവും ഓവർസീസിൽ നിന്ന് 52,10,00,000 രൂപയും നേടി 117,48,00,000 രൂപയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 10 കോടിക്കടുത്ത് മാത്രം വന്നിട്ട് സിനിമ നേടിയിരിക്കുന്നത് 120 കോടിക്കടുത്താണ്. മോഹൻലാലിൻ്റെ വൃഷഭ ഏകദേശം ഫൈനൽ റൺ എന്ന് പറയുമെങ്കിലും അത് നീണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമ ഇന്നും തിയേറ്ററുകളിൽ ഓടുന്നു. ഇന്നലത്തേക്കാൾ കൂടുതൽ ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ശനിയാഴ്ച 2 ദിവസങ്ങൾക്ക് മുമ്പ് 2 ഷോ വെച്ചിട്ട് തന്നെയാണ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഏകദേശം 2,000 രൂപയ്ക്ക് അടുത്താണെങ്കിൽ ഇന്നലെ അതിന് മുകളിലേക്ക് 3,000 രൂപയ്ക്ക് മുകളിൽ കൂടുന്ന കാഴ്ച കണ്ടു. ഇന്ന് സിനിമയ്ക്ക് അതേ രീതിയിൽ തന്നെയുള്ള പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതാണ് വാഷ് ഔട്ടാകാതെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ബബ്ബ അടിച്ചു പൊളിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഇപ്പോൾ 23 ദിനങ്ങളാണ് സിനിമ പിന്നിടുന്നത്. സിനിമയ്ക്ക് ഇന്നലത്തെ കളക്ഷൻ മാത്രമായി വന്നത് ഏകദേശം 2 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. 188 ഷോകളിൽ നിന്ന് 1,177ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഇന്നും സിനിമയ്ക്ക് ബുക്കിംഗ് നല്ല ലെവലിൽ വരുന്നു എന്നുള്ളതാണ്. സിനിമ ഫൈനൽ ഒരു വിജയമല്ലെങ്കിൽ പോലും ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 26 കോടി കടക്കുന്നു എന്നുള്ളതും അതുമാത്രമല്ല വേൾഡ് വൈഡായിട്ട് സിനിമ 50 കോടി ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഒരാഴ്ച കൂടെ സിനിമ ഇവിടെ ഉണ്ടാകും ഏറ്റവും കുറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുമ്പോഴും ബഡ്ജറ്റ് തന്നെയാണ് പ്രധാന വില്ലൻ എന്ന് തന്നെ പറയാം. എന്തായാലും മോഹൻലാലും ദിലീപും ഒരുമിച്ചപ്പോൾ മലയാളികൾക്ക് വിസ്മയം തന്നെയാണ് ഉണ്ടായത്. കളങ്കാവൽ 36 ദിനങ്ങൾ പിന്നിടുകയാണ്. 40-ാം ദിനത്തെ ഒഫീഷ്യൽ പോസ്റ്റർ മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയ്ക്ക് ഇന്നലെ 86 ഷോകളിൽ നിന്ന് ഏകദേശം 1000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് ഏകദേശം 4.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി ഇന്നലെയും വന്നത്. സ്റ്റഡി കളക്ഷനോട് തന്നെയാണ് സിനിമ വർക്കിംഗ് ഡേയ്സിലെല്ലാം തന്നെ പോകുന്നത്. ഇന്ന് വെള്ളിയാഴ്ച വീണ്ടും കളക്ഷൻ കൂടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം സിനിമയ്ക്ക് 50,000 രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും 4 ലക്ഷം രൂപയ്ക്ക് മുകളിലാവും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 85 കോടി ടച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായും നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. ഗ്രീൻ മീഡിയാസ്.